വാർത്തകൾ വിശദമായി. ജില്ലയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിലെ ഒരു വാക്കുപോലും പിൻവലിക്കില്ലെന്ന് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒരു മുസ്ലിം വിരോധിയല്ല താനെന്നും ആടിനെ പട്ടിയാക്കാനാണ് ചില മുസ്ലിം ലീഗ് നേതാക്കളുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് താൻ പറഞ്ഞത്. പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയാണ്. തന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ആരോപിച്ചു. ഒരു ഹിന്ദുവിനെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കുന്നില്ല? നീതിക്ക് വേണ്ടിയുള്ള യാചനയാണ് നടത്തിയത്. മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല. കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന്റെ പേരിൽ ചിലർ എന്റെ കോലം കത്തിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ തന്നെ കത്തിച്ചാലും വിരോധമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മലപ്പുറത്ത് എസ്.എൻ.ഡി.പിക്ക് ഒരു കോളേജ് പോലും ഇല്ല. എന്നാൽ 17 കോളേജുകളാണ് മുസ്ലിം സമുദായത്തിനുള്ളത്. മലപ്പുറത്തെ എസ്.എൻ.ഡി.പിയുടെ ഒരു അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡ് ആക്കാൻ നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ടും അത് ചെയ്തു തരാൻ UDF ഭരണകാലത്ത് തയ്യാറായില്ല. തുടർന്നാണ് ലീഗുമായി വേർപിരിയുന്നത്. മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം ലീഗിലെ സമ്പന്നരുടെ കൈവശമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭായി ആയി നടന്നതിനു ശേഷം വഞ്ചിക്കപ്പെട്ടപ്പോഴാണ് താൻ മാറിയത്. അന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ തിരിച്ചു വിളിച്ചപ്പോൾ നിഷേധിക്കുകയായിരുന്നു. കാരണം UDFിൽ നിന്ന് നീതി കിട്ടിയില്ലെന്നു മാത്രമല്ല, ഞങ്ങൾ അപമാനിക്കപ്പെട്ടു. അന്നു മുതലാണ് ഞാൻ വർഗീയവാദിയായതും എതിർക്കപ്പെടാൻ തുടങ്ങിയതുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറത്തെ നിലമ്പൂർ എന്ന സ്ഥലം കുടിയേറ്റക്കാർ ഏറെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏതാണ്ട് സമാസമമുള്ള സ്ഥലമാണ്. ഈഴവ സമുദായത്തിന് ആ ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ലെന്ന് പറയുമ്പോൾ എസ്.എൻ.ഡി.പി ജനറൽ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്ന തനിക്ക് തന്റെ സമുദായത്തെക്കുറിച്ചുള്ള പ്രയാസവും ദുഃഖവും മനസ്സിലാക്കണം. ഈ ദുഃഖം പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. പിന്നോക്ക സമുദായ മുന്നണിയെന്നും സംവരണ സമുദായ മുന്നണിയെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുമായി കെട്ടിപ്പിടിച്ച് സഹോദരരെ പോലെ മാർച്ച് നടത്തി സൗഹാർദ്ദത്തോടെ മുന്നോട്ടു പോയതാണ്.